പണിമുടക്ക് ദിവസം സീതാങ്കോടിയിൽ സമരാനുകൂലികളെ മർദ്ദിച്ച പോലീസിനെതിരെ പ്രതിഷേധം ശക്തം. സ്ഥലത്ത് വ്യാഴാഴ്ച വൈകിട്ടോടെ CITU നേതൃത്വത്തിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും മുന്നറിയിപ്പും താക്കീതുമായി മാറി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സീതാങ്കോളി ടൗണിൽ പ്രകടനം നടത്തുകയായിരുന്ന CITU CPIM നേതാക്കളെ കുമ്പള ASI ബാബുരാജിന്റെ നേതൃത്വത്തിൽ അകാരണമായി മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് CITU നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ടോടെ സീതാങ്കോളി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. സ്ത്രീകളടക്കമുള്ള നൂറുകണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തോടെ നടന്ന പ്രതിഷേധ പരിപാടി പോലീസിനുള്ള മുന്നറിയിപ്പും താക്കീതുമായി മാറി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. CPIMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പിടിച്ച് വണ്ടിയിൽ കയറ്റുമ്പോൾ അത് തടയുന്നതിന് അല്ലെങ്കിൽ അത് എന്തിനാണ് എന്ന് ചോദിക്കും. CITUവിന്റെ നേതാവായിട്ടുള്ള സഖാവ് ബിനീഷും മറ്റൊരു സഖാവും കൂടി പോയി. അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലേ ആ വീഡിയോ ഒക്കെ വളരെ ഭീകരമായി അവരെ രണ്ടുപേരും മർദ്ദിച്ചു. ഈ മൂന്നാളുകൾക്കും പരിക്കേറ്റു. ആ പരിക്കേറ്റ ആളുകളെ പോലീസിന്റെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ഈ സംഭവം നടക്കുന്നത് രാവിലെ ഏതാണ്ട് ഒരു 11 മണിക്ക് 11 മണിക്ക് ഇവിടുന്ന് കുമ്പള സ്റ്റേഷനിൽ കൊണ്ടുപോയി. ആ കുമ്പള സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ ഈ പരിക്കുള്ള ആളുകളെ നേരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണ്ടേ. എന്നാൽ 2 മണി വരെ കുമ്പള സ്റ്റേഷനകത്ത് ഇവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് വേണ്ടി തയ്യാറായില്ല. അവസാനം ഞങ്ങളൊക്കെ ഇടപെട്ടു. സ്റ്റേഷന്റെ മുമ്പിൽ ഇവിടെ ഒരുപാട് സഖാക്കൾ ഇന്നലെ ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്നവരാണ്. ആ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കുത്തിയിരിക്കും. ഇല്ലെങ്കിൽ ഇവർ ആശുപത്രിയിലേക്ക് മാറ്റാം. അപ്പൊ DYSPയും പോലീസും വിട്ടുവിട്ടു. നമ്മൾ അതിനകത്ത് തർക്കമില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് ഇല്ലെങ്കിൽ ആ കുമ്പള സ്റ്റേഷനിൽ നിന്നും ഈ സഖാക്കളെ നിങ്ങൾ അനുവാദമില്ലാതെ ഇന്നലെ 2:30-ക്കുള്ളിൽ ഞങ്ങൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അതിന്റെ വരുന്ന മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ VPP മുസ്തഫ, ജില്ലാ കമ്മിറ്റി അംഗം D സുബ്ബണ്ണാൾവ എന്നിവരും സംസാരിച്ചു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സന്തോഷ് കുമാറിനെ അറിയാം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബിനീഷിനെ അറിയാം. ആ സഖാക്കൾക്ക് നേരെ അകാരണമായിട്ടാണ് നിങ്ങൾ അതിനിഷ്ഠൂരമായ ആക്രമണം അഴിച്ചുകൊണ്ടുള്ളത്. ഒരു കാര്യമേ സൂചിപ്പിക്കുന്നുള്ളൂ. കാക്കിയുടെ പിൻബലത്തിൽ നിങ്ങൾക്ക് അടി തിരിച്ചു കിട്ടില്ല എന്ന ഉറപ്പിൽ ഞങ്ങളുടെ സഖാക്കളെ നിങ്ങൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ബാബുരാജിനോടും ബാബുവിനോടും പറയുന്നു, ഈ പൊതുനിരത്തുകളിൽ ഞങ്ങളുണ്ടാകും. നിങ്ങളെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. P ഇബ്രാഹിം അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി CA സുബൈർ സ്വാഗതം പറഞ്ഞു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ CPIM പുത്തിക ലോക്കൽ സെക്രട്ടറി സന്തോഷ്, ബിനീഷ്, മധുസൂദനൻ എന്നിവർ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.